പ്ലേറ്റ് വാങ്ങൽ നിന്നിട്ടില്ല, അപ്പുറത്ത് കണ്ടു. അങ്ങനെ പ്ലാറ്റിനം മോളിന്റെ ഒരു സൈഡ് പൊളിച്ചടുക്കൽ തുടങ്ങി. എന്താണിത്? കോക്കനട്ട് ഐസ്ക്രീം വിത്ത് മാംഗോ ടോപ്പിംഗ്. അപ്പോൾ കുറച്ച് കഴിക്കാനുള്ള പലതരം ഉണ്ട്. അപ്പോൾ ഞങ്ങളൊരു കവർ ഫുള്ള് വാങ്ങിച്ചിങ്ങനെ ഈ കടയിൽ കയറി ഒന്ന് ഹോളി കളിച്ച് വന്നിട്ടുണ്ട്. കയ്യൊന്ന് കാണിക്കൂ. ഓ, ഞാൻ ഹോളി കളിച്ചതാണ് കടയിൽ. ഇഷ്ടം പോലെ ഗ്രാസ് ഹോപ്പർ. എൻ്റെ അമ്മേ, ഏത് കടയുടെ മുന്നിൽ ചെന്നാലും പറയാ ഇതാണ് ഞാൻ പറഞ്ഞിട്ട് മേടിക്കുക. ഫുൾ പഠിച്ചു കഴിഞ്ഞോ? പറഞ്ഞു തരണം കേട്ടോ. വെറും 50 രൂപ. അത്യാവശ്യം പറ്റണതൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഓ സമാധാനം. ഇതാണ് കുറെ നേരമായി പറഞ്ഞു നടന്നിരുന്നു എനിക്കൊരു ബാഗ് വേണം. ഇവിടെ എന്തെടുത്താലും 20 ബാട്ട്. എല്ലാവരും ചാടി വീഴുണ്ട്. നമ്മൾ എന്തൊക്കെയുള്ള നമുക്ക് ഒരു കൈ നോക്കാം. വരും. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ ഇന്ന് പട്ടായയോട് വിട പറയുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഇപ്പോൾ സമയം 10:05. ഇനി നമ്മൾ നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്ക് സിറ്റി ടൂർ ചെയ്തിട്ടാണ് നമ്മൾ ഹോട്ടലിലേക്ക് എത്തുക കേട്ടോ. സിറ്റി ടൂർ എന്ന് പറയുമ്പോൾ അമ്പലങ്ങളാണ് ഇന്ന് മെയിനായിട്ട് കവർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടത്. കാരണം കുറച്ച് ഫോട്ടോസ് കിട്ടും. പിന്നെ അമ്പലത്തിലെ റൂൾസ് ഉണ്ട്, സ്ലീവ്ലെസ് പാടില്ല, നല്ല ലോങ് ആയിട്ടുള്ളത് വേണം, അങ്ങനെ കുറേയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇന്ത്യൻ ടയറിൽ നമുക്ക് പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ സിറ്റി ടൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. ബാങ്കോക്ക്. അങ്ങനെ നമ്മൾ ബാങ്കോക്കിലേക്ക് എത്തി. ഒരു 2.25 മണിക്കൂർ എടുത്തു പട്ടായെന്ന് കേട്ടോ. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്നത് ഗോൾഡൻ ബുദ്ധ ടെമ്പിളിലാണ്. ഈ ഗോൾഡൻ ബുദ്ധയുടെ പുനരുദ്ധാരണത്തിനെ പറ്റിയിട്ടില്ലേ ഭയങ്കര രസമായിട്ടുള്ളൊരു കഥയുണ്ട്. നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതൊരു 13 അല്ലെങ്കിൽ 14 നൂറ്റാണ്ടിലാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് ഈ പ്രതിമ. അതിനൊരു 5.5 ടൺ, അതായത് ഏകദേശം ഒരു 5500 കിലോഗ്രാം വെയ്റ്റാണ്. സോളിഡ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊരു തായ്ലൻഡിലുള്ള ഒരു ക്ഷേത്രത്തിലായിരുന്നു ഇത് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു, ഫുൾ ഗോൾഡ് ആയിട്ടുള്ളത്. പക്ഷേ ഏകദേശം ഒരു 18-ാം നൂറ്റാണ്ടിൻ്റെ സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ ബർമീസ് കടന്നുകയറ്റമൊക്കെ ഉണ്ടായപ്പോൾ മങ്സ്, അവിടുത്തെ സന്യാസിമാർ ഇത് മോഷ്ടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു, ആ പ്രതിമേനെ കുമ്മായത്തിൻ്റെ നല്ല കട്ടിയുള്ള ഒരു പെയിൻ്റ് കൊണ്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ അവരതിനെ മറച്ചു വെച്ചു. അപ്പോൾ എന്താ വെച്ചാൽ പ്രതിമയുടെ ശരിക്കുള്ള വില മനസ്സിലാവുന്നുണ്ടാകുന്നില്ല ഉള്ളിൽ എന്താണെന്നുള്ളത്. അങ്ങനെ വെച്ചു. ആ കാലഘട്ടങ്ങളൊക്കെ കടന്നുപോയി. മെല്ലെ എല്ലാവരും അതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താണെന്ന് അറിയാതെ അപ്പോൾ ഇങ്ങനെ ഒരു കുമ്മായ പ്രതിമ പോലുള്ള ഒരു പ്രതിമയായിട്ട് പിന്നെ അത് അങ്ങനെ തുടർന്നു. അപ്പോൾ ആർക്കും അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്നുള്ളത്. അങ്ങനെ ഒരു 1950-ലാണ് ഈ കുമ്മായത്തിൻ്റെ പ്രതിമ ബാങ്കോക്കിലൊരു പുതിയ ക്ഷേത്രത്തിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടുന്ന് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആക്കുന്ന സമയത്താണ് ഈ കുമ്മായത്തിൻ്റെ പ്രതിമയുടെ അതിൻ്റെ ആ പാളിയിൽ ഒരു ക്രാക്ക് ഉണ്ടാവുകയും അതുവഴി നോക്കുമ്പോൾ ഉള്ളിൽ ഗോൾഡ് കാണുകയും പിന്നെ അത് മുഴുവനെ പൊളിക്കുകയും ചെയ്തപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഗോൾഡായിട്ടുള്ളൊരു ബുദ്ധയുടെ പ്രതിമയാണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്നുള്ളത് കണ്ടെത്തിയത്. അന്ന് മുതൽ ഇത് ഭയങ്കര ഫേമസായി മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് വാട്ടർ മീറ്റ് എന്നുള്ള ഈ ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇതാണ് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ കേട്ടോ. ഇവിടെ ഫുള്ള് നമുക്കിങ്ങനെ മണി അടിച്ച് ഇങ്ങനെ പോവാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. നല്ല ശാന്തമായ ഒരു അമ്പലം. കയറുള്ള കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ടെമ്പിളിലേക്ക് മൂവ് ചെയ്യും. നമുക്ക് പോവാം. ഗോൾഡൻ ബുദ്ധ ടെമ്പിളിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇവിടെ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. എംഷേട്ടനും മിത്തുകുട്ടിയും സ്വന്തമായ മാംഗോ സ്റ്റിക്കി റൈസ് ഇവരിത് കഴിച്ച് എന്താകുമോ എന്തോ. അത് മാത്രമല്ല ഇവിടെ വേറെ കുറേ സംഭവങ്ങളുണ്ട്, ഫുഡും കാര്യങ്ങളും. സോ ഇതാണ് എൻ്റെ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് മാംഗോ ടോപ്പിംഗ്. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയിലല്ലേ, ഒരു പൂവൊക്കെ കൊണ്ടുവന്നിട്ട് രസമുണ്ട്. കോക്കനട്ട് ഇത്ര ഭംഗിയിൽ അലങ്കരിച്ച് പിന്നെ ഇളനീരും ഉണ്ട്, നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. യെസ് ഇവിടെ മൊത്തം ഇതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ
എന്താ പറയുക, ശരിക്കും ഇളനീരിങ്ങനെ കടിച്ച് കഴിക്കുന്ന പോലെ ഐസ്ക്രീം. അത് ഇത്രയും ഫ്ലേവറായിട്ട് നമ്മളങ്ങനെ പൊതുവേ അങ്ങനെ നമുക്ക് കിട്ടാറില്ല. അത്ര അടിപൊളി ഐസ്ക്രീം, പറയാതിരിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഈ മാംഗോ, പിന്നെ എന്താ വേണ്ട, പിന്നെ നിറയെ ഇളനീർ കഷ്ണങ്ങളും. ഹെവൻ. അപ്പം നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് ആൻഡ് കോക്കനട്ട് ഐസ്ക്രീം വിത്ത് മാംഗോ ടോപ്പിംഗ് എത്തിയിട്ടുണ്ട്. കാണാൻ തന്നെ എന്താ രസം. കൂട്ടത്തിൽ ഇത് എന്ത് പൂവാത്? ഇത് നമ്മുടെ നാട്ടിലെ ശംഖു ഇതാണോ? നീല ഏതോ ഒരു പൂവ്. ഏതായാലും നല്ല രസമുണ്ട്. കിഡിലൻ ആംബിയൻസ്, ഫുഡ് ഒരു രക്ഷയില്ല. മാംഗോ സ്റ്റിക്കി റൈസ് എവിടെ നിന്ന് കഴിച്ചാലും ടേസ്റ്റാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒരു തിക്ക് ക്രീമും ഒക്കെ ആയിട്ട് ഭയങ്കര ടേസ്റ്റ്. അടിപൊളി ആംബിയൻസ് പറയേ വേണ്ട കേട്ടോ. ഫുള്ളിങ്ങനെ പഴയ ആൻറ്റിക് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി റെസ്റ്റോറൻറ്റ്, ഒരു കഫേ. മാർബിൾ ടെമ്പിളിലെത്തി. ഒരു ബ്യൂട്ടിഫുൾ ടെമ്പിൾ. ഇവിടെ തായ് പീപ്പിളിനൊഴികെയുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. അതേപോലെ തന്നെ ഡ്രസ് കോഡ് ഉണ്ട്. സ്ലീവ്ലെസ്, കുട്ടി ഡ്രസ്സ്, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇടാൻ പാടില്ല. പിന്നെ ഇത് ഫുള്ള് ഇറ്റലി എന്നുള്ള മാർബിളാണ് അത്ര പണ്ട്, അത് വെച്ചിട്ടാണ് അത്ര ഉണ്ടാക്കിയത്. ഫുൾ ടൂറിസ്റ്റ് ആയിട്ട് ഭയങ്കര തിരക്കാണ്. This is for man. For man, like 2 elbow connected. Sangha is Buddhist monk. Buddha. Can you find any in times runs fast, never deter? Then what would you like to do for your life? You live it for today, excited. And the stained glass about the angel in every side or the. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുള്ള ബുദ്ധ എല്ലാം ഓരോ സിറ്റിംഗ് പോസ്ചർ, അതുപോലെ സ്റ്റാൻഡിങ്, മെഡിറ്റേഷൻ, അങ്ങനെ ഓരോന്നിനും ഓരോ സങ്കല്പവും കാര്യങ്ങളൊക്കെയാണ് പറയണത് കേട്ടോ. അതുപോലെ തന്നെ ബുദ്ധയുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞത് ഇന്ത്യയിൽ നിന്നാണല്ലോ അല്ലേ സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധ ഇന്ത്യയിൽ ബോൺ ചെയ്ത്, അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. നമ്മളെ റെപ്രസെന്റേറ്റീവ് അവിടെ പങ്കെടുത്തിട്ട് അതൊക്കെ പഠിക്കുന്നുണ്ട്. മിത്തു അതെ, മിത്തു ആദ്യമേ പറഞ്ഞു. അമ്മ ഞാനിത് ഫുള്ള് വായിച്ച് ഇതൊക്കെ കേട്ടിട്ടേ വരില്ല, നിങ്ങൾ എവിടെ വെച്ചാൽ പോയി ഫോട്ടോ എടുക്കുക എന്താ വെച്ചാൽ ചെയ്തോളൂ. അപ്പൊ ഞങ്ങൾ എല്ലാ സ്ഥലത്തും മിത്തുവിനെ എങ്ങനെ വിടും. എന്നിട്ട് അവിടെ ഫോറിനേഴ്സിന്റെ ഒപ്പം മിത്തു അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഫുള്ള് പഠിച്ചു വരാന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ ഇരുന്ന് വായിക്കാനും ഇതൊക്കെ പഠിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഇന്ത്യയിൽ നിന്ന് എല്ലാ കൺട്രിക്കും പോയിട്ട് നോബൽ പാർട്ടി ചൂസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു. സോ ഇത് നമ്മളിങ്ങനെ ചുറ്റി നടക്കുക കേട്ടോ. അമ്പലത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അമ്പലം. അതുപോലെ പറഞ്ഞ പോലെ ബുദ്ധയുടേതായതുകൊണ്ട് തന്നെ ഓരോ അമ്പലത്തിൻ്റെ ഉള്ളിലും ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളാണ്. ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കിട്ടും. ഭയങ്കര ഒരു കാംനെസ് അല്ലേ, നിറയെ പക്ഷികളും എല്ലാം ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടുന്ന് പോകാൻ തോന്നില്ല, ഇങ്ങനെ ഇരുന്ന് ധ്യാനം ചെയ്യാൻ തോന്നാൻ പറയില്ലേ, അതുപോലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അമ്പലം. എന്താ രസം. ടെമ്പിൾ നമ്മളൊരു അരമണിക്കൂറായിട്ട് ഇവിടെ ഫുള്ള് കണ്ട്. ഞാൻ മിത്തുവിൻ്റെ കഥ കേട്ട് നടക്കുകയാണ്. ഓരോരോ കഥകൾ മിത്തു പറഞ്ഞു തരാണ് ഇവിടെ വായിച്ചതൊക്കെ. ഇനി നമ്മൾ നേരെ പോണത് ഒരു ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ മുതൽ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഫോട്ടോ എടുത്ത് അല്ലേ, അത്രയും ഭംഗിയുണ്ട് ബാക്ക്ഗ്രൗണ്ട്. ഫോട്ടോ ഇല്ലാതെ നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ തോന്നുന്ന ഒരു സ്ഥലം. പിന്നെ കുറെ കഥകളൊക്കെ ഉണ്ട്, ആ കഥകളൊക്കെ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കാം. ഫുൾ പഠിച്ചു കഴിഞ്ഞോ? പറഞ്ഞു തരണം കേട്ടോ. ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം പഠിച്ചു കഴിഞ്ഞില്ലേ? വെരി ഗുഡ്. അങ്ങനെ നമ്മൾ ഇതാ എല്ലാ സ്ഥലങ്ങളും കണ്ട് ഇവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ബാങ്കോക്കിൽ. ഇനി നമ്മൾ 2 ദിവസം, 2 അല്ല ഇന്നും കൂടെ കൂട്ടി 3 ദിവസം നമ്മൾ ബാങ്കോക്കിലുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ഫ്രഷായി ഇതേ ഡ്രസ്സൊക്കെ മാറ്റി ഇനി നമ്മൾ ബാങ്കോക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. കാരണം ഇപ്പോൾ സമയം അധികമൊന്നും ആയിട്ടില്ല, ഒരു 5 മണിയൊക്കെ ആയിട്ടുള്ളൂ, ഇവിടുത്തെ 5 മണി. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നമുക്ക് കറങ്ങാൻ. ഇന്ന് രാത്രി ഫുൾ കറങ്ങാൻ വിചാരിച്ചു. നാളെയും ഫുള്ളുണ്ട്, മറ്റന്നാളും ഫുള്ളുണ്ട്. അങ്ങനെ കറങ്ങി നടക്കുന്ന ഡ്രസ്സല്ലേ.
അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിച്ച് കുറിച്ചുകൊണ്ട് നടക്കുകയാണ്. അതൊരു രക്ഷയില്ല കേട്ടോ. ഇവിടെ 7-Eleven വന്നു കഴിഞ്ഞാൽ നോർമൽ ഫുഡാണെങ്കിലും നല്ല അടിപൊളി ബേക്കറി ഐറ്റംസ് ഉണ്ട്. നമുക്കിങ്ങനെ നടക്കുമ്പോൾ കുറച്ച് കഴിക്കാനുള്ള പലതരം ഉണ്ട്. അപ്പം ഞങ്ങളൊരു കവർ ഫുള്ള് വാങ്ങിച്ചിങ്ങനെ ഇത് കൂടെ നടക്കാമെന്ന് വിചാരിച്ചു. ഒരു ഇപ്പം ഈ കാണുന്നതാണ് ഇൻട്രാ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ അമ്മയെ നമ്മൾ ബോംബെയിലെ ക്രഫോർഡ് മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു വേറെ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ സാധനങ്ങൾ. ഇത് വെറും ബാഗ്, അച്ഛനും അമ്മയും അല്ലാത്ത എല്ലാം കിട്ടുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സ്ട്രീറ്റ്. ഫുഡിൻ്റെയും ഏതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത് എടുക്കേണ്ടതെന്നൊന്നും അറിയണില്ല. ഇവിടെ ചിലപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് നടക്കേണ്ടി വരും. ഫൈനലി പ്ലാറ്റിനം മാളിലേക്ക് എത്തി. എന്തത്? ഓക്കെ ബൈ. അങ്ങനെ പ്ലാറ്റിനം മോളിന്റെ ഒരു സൈഡ് പൊളിച്ചടുക്കൽ തുടങ്ങി. നല്ല കിടിലൻ എന്താ പറയുക, കാഗോസ് ടൈപ്പും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാൻറ്റുകൾ കേട്ടോ. ഇവിടുത്തെ 300 ബാട്ട്. നല്ല രസമുണ്ട്, നല്ല വെറൈറ്റി. അപ്പം ഞാൻ മിത്തുക്കുട്ടിക്ക് കൊടുത്തു. ഇതാണ്ടോ, ഇത് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ എന്താ വെച്ചാൽ ഒറ്റ സൈസേ ഉണ്ടാവുള്ളൂ, അല്ലാതെ L, M, S, മീഡിയം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അധികവും ഒറ്റ സൈസാണ്. അപ്പം ഞാൻ മിത്തുക്കുട്ടിക്കും എനിക്കും ഒക്കെ ഒരേപോലത്തെ എടുക്കാമല്ലോ വിചാരിച്ചു. ഇത് കുട്ടികൾക്കാവുമ്പോൾ കണ്ടോ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇടാം. നല്ല രസമുണ്ട് അല്ലേ മിത്തുന് ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കും മിത്തുനും പാൻറ്റും സ്കേർട്ടും, ഞാൻ ഇങ്ങനത്തെ ഒരു സ്കേർട്ട് വാങ്ങിച്ചു കേട്ടോ. കുറേ കാലമായി വിചാരിക്കുന്നു ഇങ്ങനെ ഒരു സ്കേർട്ട് വാങ്ങണം. അപ്പോൾ ഈ ഒരു ടോപ്പിനൊക്കെ നല്ല ഭംഗിയല്ലേ ഇങ്ങനത്തെ സ്കേർട്ട് ഇട്ടാൽ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സ്കേർട്ടും വാങ്ങിച്ചു, ഇങ്ങനത്തെ ഒരു പാൻറ്റും വാങ്ങിച്ചു, കാഷ്വലായിട്ട് നടക്കാൻ. അങ്ങനെ തുടങ്ങി. ഇത് നല്ല പാർട്ടി വെയർസ് ടോപ്സും അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കുറച്ച് വില ഉണ്ട്. കുറച്ച് വില പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു 2500 രൂപയൊക്കെ വരും ടോപ്പിന്. ഇത് കോട്ട് സെറ്റ് പോലത്തെ, ഇതിനും അതെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഉണ്ട്. അതായത് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ട്, എന്നാലും നാട്ടിലേക്കാളും ലാഭമാണ്. അതല്ലാതെ ഇതാ നോർമൽ ഇതുപോലെ 200 ബാട്ട് ഇങ്ങനെ നോർമൽ പാൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. രംഷയുടെ പാവം ഓരോ കട ചെക്കിൽ ഫോർ ജെൻസിനോ എല്ലാം അധികം ലേഡീസിനാണ്. ജെൻസ് ഇങ്ങനെ പിന്നാലെ നടക്കുക, കഴിയുന്ന പോലെ വീഡിയോ എടുത്തെടുക്കുക, പൈസ കൊടുക്കുക, അതാണ് ജെൻസ്. അയ്യോ ഇതുണ്ടല്ലോ എന്തൊരു സോഫ്റ്റ് അറിയോ, കിട്ടില്ല സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര കംഫർട്ടായിട്ടുള്ള സാധനങ്ങൾ. ഞാനൊരു ജീൻസും കൂടെ വാങ്ങിച്ചു. ജീൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സോഫ്റ്റ് മെറ്റീരിയൽ, പാൻറ്റിൻ്റെ പോലെ തന്നെ ജീൻസിൻ്റെ കളറും നല്ല രസമുണ്ട് കേട്ടോ. ഇനി കുറച്ച് അങ്ങനെ എൻ്റെ പാൻറ്റുകളായിരുന്നു ഞാൻ വരുമ്പോൾ വിചാരിച്ചു. ഒന്ന് ഷർട്ട് ടൈപ്പ് ഡ്രസ്സ്, പിന്നെ ഉടുപ്പ്, കുറച്ച് ടോപ്സ്, പാൻറ്റ് ഞാനൊരു 2 പാൻറ്റും ഒരു സ്കേർട്ടും വാങ്ങിച്ചു. ഇനി എനിക്ക് ടോപ്സ് വേണം. ഞാൻ സ്കേർട്ട് വാങ്ങൽ നിന്നിട്ടില്ല, അപ്പുറത്ത് കണ്ടു. സത്യം പറയട്ടെ, എന്താണിത്? എത്ര വാങ്ങിയാലും മതിയാവില്ല കേട്ടോ. ഏത് കടയുടെ മുന്നിൽ ചെന്നാലും പറയാ ഇതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് മേടിക്കുക. ഞാൻ വിചാരിച്ചത് കാര്യം എന്ന് പറഞ്ഞിട്ട് അതിന് അവസാനല്ലേ അത്ര പ്രാന്താവണേ, എന്താ ചെയ്യാ. ഈ കടയിൽ കയറി ഒന്ന് ഹോളി കളിച്ച് വന്നിട്ടുണ്ട്. ആ കയ്യൊന്ന് കാണിക്കൂ. ഓ ഞാൻ ഹോളി കളിച്ചതാണ് കടയിൽ. വെച്ച് തേക്കുന്നുണ്ട്. നിങ്ങൾ തായ്ലൻഡിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ബാങ്കോക്ക് മസ്റ്റ് ആയിട്ടും വരണം. ബാങ്കോക്ക് വരാതിരിക്കില്ല, പ്ലാറ്റിനം മോളിൽ വരണം. ഇനി നിങ്ങൾക്ക് ഡ്രസ്സ് ഒന്നും വാങ്ങിയില്ലെങ്കിലും നിങ്ങൾ ബ്യൂട്ടി ഐറ്റംസ് വാങ്ങിക്കണം. കാരണം ഭയങ്കര വില കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നല്ല ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കിന് അല്ലെങ്കിൽ നല്ല സാധനത്തിൻ്റെ വളരെ പകുതി റേറ്റിൽ ഇവിടെ എല്ലാം കിട്ടും. കിടിലൻ ടൈപ്പ് ഓഫ് ടൈഗർ ബം. അടുത്ത് കൂടെ മണത്താൽ തന്നെ നമ്മുടെ ഏത് തലവേദന വേണമെങ്കിലും ഏത് സൈഡിൽ കൂടി പോവും. പിന്നെ ലിപ്സ്റ്റിക്ക്, ലിപ് ടിൻറ്റ്, ലിപ് ബാം, ഫേസ് മാസ്ക് ഒക്കെ 4 ഫേസ് മാസ്ക് കൂടെ 100 ബാട്ടിന് എവിടെ കിട്ടും? ഓ രക്ഷ കിട്ടും, ഇവിടെ കിട്ടും മക്കളെ, ഇവിടെ കിട്ടും. ഞാൻ പിന്നെ അങ്ങനെ ഈ ഭയങ്കര മേക്കപ്പ് ആൻഡ് കോസ്മെറ്റിക്സ് പ്രാന്തികളൊക്കെ ആണെങ്കിൽ വാങ്ങാം. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഷീറ്റ് മാസ്കും മിത്തുമാണ് ഈ ഐലൈനർ അതുപോലത്തെ കളർ, മിത്തുവിനത്. പിന്നെ ലിപ് ബാം വാങ്ങിച്ചു. അങ്ങനത്തെ കുറച്ച് സാധനം. മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇടാറില്ല. പിന്നെ വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇടും, അതിന് വേണ്ടി ഇത്ര വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതും ഇഷ്ടമുള്ളവർക്ക് അതും നന്നായി വാങ്ങിക്കാം. ഞാൻ ഡ്രസ്സിലോട്ട് പോട്ടെ. അടുത്ത നിലയിലേക്ക് കയറാം. നില വേണ്ട, ഇവിടൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, ഇവിടെ എന്തൊക്കെയോ കാണുന്നു നോക്കട്ടെ.
ഇങ്ങനെ 7 നില ഉണ്ടെന്നാ കേട്ട്. ഞാനൊരു നിലയിലാവും, ദിവസമുണ്ട്. ഞാനൊരു നിലയ്ക്കാവുന്നാ തോന്നുന്നത്. ഇല്ല, നമ്മളെല്ലാവരും 200-300 ബാട്ടിൽ കൂടുതലുള്ളത് വാങ്ങുന്നില്ല. പക്ഷെ അതൊരു 50 തന്നെ മേടിച്ചാലും മതിയല്ലോ. ഇവിടെ ഞാൻ കാണിക്കാതിരുന്നാണ്, അങ്ങോട്ട് കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ കണ്ടു. മിത്തു സ്കേർട്ട് നോക്കുക അറിയാം, എന്നിട്ട് സൊപ്പ് മേടിക്കും. അല്ലല്ല, ഈ മിത്തു വാങ്ങില്ല. രണ്ട് അടിപൊളി ഒരു ഷർട്ടും വാങ്ങിച്ചു, ഒരു ടോപ്പ് വാങ്ങിച്ചു, ഒരു നോർമൽ ഇങ്ങനെ ഡ്രസ്സ് പോലെ ഇടില്ലേ 1 പീസ്, അത് വാങ്ങിച്ചു. ഇനി അടുത്തത് കമ്മൽ സെക്ഷൻ. ഓ, രക്ഷയില്ല കേട്ടോ. എന്താന്ന് ഇങ്ങോട്ട് വന്നു നോക്കൂ. ഇവിടെ എന്തെടുത്താലും 20 ബാട്ട്. എല്ലാവരും ചാടി വീഴുണ്ട്. നമ്മ എന്തൊക്കെയുള്ള നമുക്ക് ഒരു കൈ നോക്കാം വരും. ഏതെടുത്താലും 50 രൂപ. നമ്മുടെ രൂപ നോക്കുകയാണെങ്കിൽ 50 രൂപ. എന്തെടുത്താലും കമ്മല്, മാല, വള, എന്താണ് ഇവിടെ. ആ ബാക്ക് കേക്കിടെ പാട്ടില്ലേ, അത് പാട്ടല്ല കേട്ടോ, അവര് സെയിൽ ചെയ്ത് വിളിച്ചു പറയണം. പക്ഷെ അവര് പറയുന്ന രീതി ഒരു പാട്ട് പോലെയാണ് ഉണ്ടാവുക. വെറും 50 രൂപ. 50 രൂപ. അത്യാവശ്യം പറ്റണതൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സമയം 8 മണി. ഇവിടെ കടകളൊക്കെ അടച്ചു. 8 മണി വരെയുള്ളൂ തോന്നുന്നു പ്ലാറ്റിനം മോള്. ഇനി നമുക്ക് രാവിലെ വരാം. നമ്മൾ വെറും 2 നിലയിലേ കയറിയിട്ടുള്ളൂ. ഞങ്ങൾ വെറും 2 ഫ്ലോറേ കണ്ടിട്ടുള്ളൂ. ഇനി 7 ഫ്ലോറിൽ 5 ഫ്ലോർ ബാക്കിയുണ്ട്. അപ്പോഴേക്കും കട ഫുള്ള് അടച്ചു. ഇതുകൊണ്ട് ഡെസ്കിൽ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നാളെ വരാട്ടോ. ഭാഗ്യത്തിൽ ശരിക്കും 7 നില കാണണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ. കഷ്ടമായിപ്പോ. കുട്ടികളുണ്ടല്ലോ, കുഞ്ഞു മക്കൾക്കുള്ള ഡ്രസ്സിന്റെ അമ്മേ ഡ്രസ്സ്. സ്ട്രീറ്റ് ആണ് കേട്ടോ. ഇവിടെ എന്താണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. മോമോസ് മുതൽ ക്രോക്കോഡൈൽ മുതൽ പാറ്റ മുതൽ ഒക്ടോപ്പസ്. പക്ഷേ ഒക്ടോപ്പസ് ട്രൈ ചെയ്യണം. എനിക്കും അത് അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ല. വെജ് നോൺ വെജിൽ മാക്സിമം ചിക്കൻ, അതിലപ്പുറം പോവാൻ ഒരു മനസ്സില്ല ആക്ച്വലി. ബട്ട് പാറ്റ, കൂറ, ഇഷ്ടം പോലെ ഗ്രാസ് ഹോപ്പർ. എൻ്റെ അമ്മേ, അങ്ങനെ പ്ലാറ്റിനം മോൾ അടച്ചപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഇവിടെ ഒരു ലോകാണ്, ഫുൾ സ്ട്രീറ്റ് ഡ്രസ്സ്. ഞാൻ ഇവിടെ നിന്ന് നോക്കി നോക്കട്ടെ. മിത്ത് കുട്ടി ഒരു ബാഗ് വാങ്ങിച്ചു. ഇതുപോലെ നമ്മുടെ പേര് എഴുതി തരും അവര്. മിത്ര എന്ന് പേര് എഴുതിയിട്ട് ഭയങ്കര സന്തോഷമായിരിക്കണം. ഇഷ്ടമായോ? ഓ, സമാധാനം. ഇതാണ് കുറേ നേരമായി പറഞ്ഞ് നടന്നിരുന്നു എനിക്കൊരു ബാഗ് വേണം. അവസാനം ഇപ്പോൾ ഇത് അത്യാവശ്യം പേഴ്സും പൈസയൊക്കെ ഇടാട്ടോ. നിറയെ ഫേക്ക് നെയിൽസ് വിത്ത് ഗ്ലൂ. നിനക്ക് ഫേക്ക് നെയിൽ ആരാ കൈവശം തന്നിട്ടുണ്ട്? എന്നിട്ട് എന്താ കാര്യം, എല്ലാം പോയി. അതൊരിക്കലും ഫേക്ക് തന്നെയല്ലേ? അത്രേ ഉള്ളൂ. എന്തിനാണ് ഈ ഫേക്കിന്റെ പിന്നാലെ പോണത്? എന്നാ പിന്നെ ഇതിന്റെ പിന്നാലെ പോയോക്കാന്ന്. ഇതെന്താ എന്തൊക്കെ ഭംഗി, അതൊക്കെ പെണ്ണാണ്. നമ്മുടെ കാരിക്കേച്ചറും നമ്മുടെ ഡ്രോയിങ്ങും ഒക്കെ വരച്ചു കൊടുക്കും. ഞാൻ രംഷേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പ്ലാറ്റിനം മോളിൽ നിന്ന് വാങ്ങിച്ച എല്ലാ പൈസയും നമുക്ക് തിരിച്ചു കിട്ടും. താല്പര്യം ഉണ്ടോ? എന്നോട് ഇരിക്കാനല്ലേ വരച്ചു കൊടുക്കാൻ? നല്ല ഐഡിയയാണ്. സോ തൽക്കാലം ഇന്നത്തെ കത്തിക്കൽ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ ഏതോ നോക്കിച്ച് ഇവിടെ വന്നപ്പോൾ 20 ബാട്ട് അല്ലാതും. അപ്പം മിത്തു 1-2 കൂടെ എടുത്തിട്ടുണ്ട്. മിത്തു ഇത് നമുക്ക് പപ്പ കൊണ്ടുവന്ന് കൊടുത്ത്
അങ്ങനെ തൽക്കാലം ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണ്ടേ, ഫുഡും കൂടെ കഴിച്ചിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോകും. 8 മണിക്ക് തന്നെ പ്ലാറ്റിനം മോൾ അടക്കണൊക്കെ അത്ര ഇഷ്ടമായില്ല, അത് കുറച്ച് നേരം കൂടെ വേണമായിരുന്നു അല്ലേ. ഇതൊരു തുടക്കമാണ്. നമ്മൾ ഇനി 2 ദിവസം കൂടെ ബാങ്കോക്കിലുണ്ട്. നാളെ ഫുൾ ഡേ, മറ്റന്നാൾ രാത്രി വരെ. അപ്പം 2 ഡേയ്സ് എനിക്ക് നാളെ ഇങ്ങോട്ട് വരണേ. ബാങ്കോക്ക് പ്ലാറ്റിനം മോൾ. ഈ സ്ട്രീറ്റ് ഒന്നും ആയിട്ടില്ല, ഈ സ്ട്രീറ്റ് അടച്ചിട്ടൊന്നുമില്ല, ഇതിങ്ങനെ തുറന്ന് വിശാലമായി വെച്ചിരിക്കുന്നു. പക്ഷേ പ്ലാറ്റിനം മോളിൽ നല്ല വില കുറവുണ്ട്. അതെ, ഇവിടെ ഒരു സൈഡ് ഫുൾ സ്ട്രീറ്റിലെ ഫുഡാണെങ്കിൽ ഒരു സൈഡ് ഫുൾ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ബാങ്കോക്കിൽ. ഏതൊക്കെ വേണം, മാൽഗുഡി, ചോട്ടിവാല, പിന്നെ മദ്രാസ് ദർബാർ, നമ്മൾ പട്ടായയിൽ കഴിച്ചില്ലേ, കംപ്ലീറ്റ്. ശരവണ ഭവൻ ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പം ഞങ്ങൾക്ക് എന്തായാലും കാര്യമായി വിശക്കുന്നില്ല, കാരണം ഞങ്ങൾ കണ്ണി കണ്ട സാധനങ്ങൾ മുഴുവനെ കഴിച്ചു. അപ്പം ഇനിയിപ്പോൾ രാത്രി പോയിട്ട് ഒരു തായ് ഫുഡ് കഴിക്കാനുള്ള ഒരു ഇതില്ല. പിന്നെ ഓഫ് കോഴ്സ് മാംഗോ സ്റ്റിക്കി റൈസ്, കോക്കനട്ട് സ്മൂത്തി, ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം പരിപാടി, അതും കഴിക്കണം. അപ്പോൾ അതിന് മുന്നേ വിട്ട് പറഞ്ഞു എനിക്ക് അമ്മ വല്ല ദോശ ഇഡ്ഡലിയോ ലൈറ്റായിട്ട് അങ്ങനെ എന്തെങ്കിലും മതിയെന്ന്. അപ്പം ഞങ്ങളിങ്ങനെ ഞാനൊരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്ത്, നെയ്യൊന്നും ഇല്ലാത്ത സുഖമുള്ള ദോശ പ്ലസ് 1 ഫിൽറ്റർ കോഫി. രംഷേട്ടൻ്റെ മസാല ദോശ. നമ്മളൊക്കെ ഇതിലെ തായ്ലൻഡിൽ വരുന്നത്. ആ 2 നേരത്തിൽ കൂടുതൽ എന്താ പറയുക, ഈ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റണില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഒക്കെ നമ്മൾ പുറത്തത്തെ ഭക്ഷണമാണ്. അപ്പോൾ അങ്ങനെ രാത്രിയായി, ഇവിടുത്തെ ഷോപ്പുകളൊക്കെ അടച്ചു തുടങ്ങി. നമ്മൾ തിരിച്ച് നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. ഇവിടുന്ന് പ്ലാറ്റിനം മോളിൽ നിന്ന് സമയം 10 മണിയാവണുള്ളൂ, പക്ഷേ ഷോപ്സൊക്കെ അടച്ചു. കാരണം ഇതൊരു അല്ലേ, നമ്മൾ ഇതുവരെ തായ്ലൻഡിൽ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ രാത്രി 10 മണിയാകുമ്പോൾ ലൈവ് ആവുന്ന സ്ഥലങ്ങളായിരുന്നു. ഫുക്കറ്റും പട്ടായൊക്കെ രാത്രിയാണ്, ഡിസ്കോ, പാട്ട്, അത് ഇത് ഒരു പക്ക സിറ്റി അല്ലേ. ഇവിടെ കൂടുതൽ ജോലിക്കാരും നോർമൽ ലൈഫ് ഉള്ളവരല്ലേ. അപ്പോൾ ഇവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും കടകളൊക്കെ അടച്ചു അല്ലേ. മറ്റേത് നൈറ്റ് ലൈഫ് വേണം അവിടെ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ.